Hello. Good morning, all. Good morning. Happy New Year. പുതുവർഷം പുതിയ പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ് എല്ലാവരും അല്ലേ? എല്ലാ പ്രതീക്ഷകളും നടപ്പാകട്ടെ. നൈറ്റില് എല്ലാവരും ചിലപ്പോൾ വേണമെങ്കിൽ കുറച്ച് എന്റർടൈൻമെന്റ് പരിപാടികളിലൊക്കെ ആയിരിക്കും അല്ലേ? എനിവേ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ എന്താണ് കഴിഞ്ഞ വർഷമൊക്കെ ഏവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. താങ്ക് യു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എവിടെ വരെയാണ്? നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. ടൈം മാനേജേഴ്സിന്റെ ഡ്യൂട്ടിയും നമ്മൾ എന്താണ് ഇമ്പാക്ട് ഓഫ് HRM ഓർഗനൈസേഷൻ അല്ലേ, അതിനെ കുറിച്ചിട്ട് ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ജോബ് ഡിസൈൻ അല്ലെ. രമ്യ മിസ്സിന്റെ ക്ലാസ് ആണ്. മിസ് ലീവ് ആയതുകൊണ്ടാണ്. കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിൽ കയറിയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഹാപ്പി മൂഡിലാണ്. മാത്രമല്ല എല്ലാ കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വെക്കേഷൻ ടൈം ആണ് അല്ലെ, എല്ലാവർക്കും എൻജോയബിൾ ആയിട്ടുള്ള ഡേയ്സ് ആണ് അല്ലെ. ഓക്കെ, ഇനി നമ്മുടെ ക്ലാസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ വീണ്ടും എന്താ പറയുക എൻജോയബിൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ, എപ്പോഴും എന്തായാലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, ഓരോ ടൈമും വേസ്റ്റ് ആക്കാതെ നമുക്ക് ചെയ്യേണ്ട ഡ്യൂട്ടികൾ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ പ്രതീക്ഷകൾക്ക് വേണ്ടിയിട്ട് അല്ലെ, പ്രതീക്ഷയോടൊപ്പം തന്നെ മൂവ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതായത് എന്താ പറയുക, നമ്മൾ എന്താ പറയുക പറ്റുമോ പറ്റില്ലേ എന്നുള്ള ആ ഒരു ചിന്താഗതി മാറ്റി നിർത്തിയിട്ട് എന്നെ കൊണ്ട് എല്ലാം അല്ലെ, എന്നെ കൊണ്ട് പറ്റാവുന്നത്ര എനിക്ക് നേടാൻ സാധിക്കും എന്നുള്ള ഒരു എയിമോട് കൂടിയിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് നോക്കാനുള്ളത് ജോബ് ഡിസൈൻ ആണ്. ഓക്കെ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു നോക്കിയിട്ട് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? സ്റ്റാർട്ട് ചെയ്തോട്ടെ. യെസ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ജോബ് ഡിസൈനെ കുറിച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു ജോലിയാണെങ്കിൽ ആ ജോലിയെ കുറിച്ചിട്ട് ഒരു നല്ല കൃത്യമായിട്ടൊരു സ്ട്രക്ചർ വേണം അല്ലെ. അത് ഏത് ജോലിയാണോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ്, അത് പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആണോ ബിസിനസ് ഓറിയന്റഡ് ആണോ, അതല്ലേ സോറി, ഒരു ചെറിയ ക്ലാസ് ഓക്കെ അല്ലേ എന്നുള്ളതാണ്. എന്തായാലും ലീവ് വന്നെങ്കിൽ നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോ അതിന്റെ ഒരു ചെറിയ ഡിസ്റ്റർബ് വന്നതാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ വരാം.
എന്താണ് ജോബ് ഡിസൈൻ അല്ലെ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജോബ് ഡിസൈനെ കുറിച്ചിട്ടാണ്. എന്താണ് ജോബ് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ ഏതൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിലും ആ ബിസിനസ് സ്ഥാപനം എന്താണോ പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആണെങ്കിലും സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും തീർച്ചയായിട്ടും ഒരു സ്ട്രക്ചർ വേണം അല്ലെ. ഇന്ന കാര്യങ്ങൾ ഇന്ന വ്യക്തികൾ ചെയ്യണം, ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിൾ പേഴ്സൺ എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹമാണ് അല്ലെ. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബിസിനസ് ഫേമിന് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഏത് രീതിയിൽ തുടങ്ങണം, ആർക്കാണ് നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഐഡിയാസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കറിയാം സമയത്തിന് കാര്യങ്ങളൊന്നും മൂവ് ചെയ്ത് പോവില്ല അല്ലെ. എവിടെയും ബ്രേക്ക് സംഭവിക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതയില്ല. അപ്പൊ ഉദ്ദേശിച്ച രീതിയിൽ ഓർഗനൈസേഷന്റെ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കാതെ നോക്കാം. ജോബ് ഡിസൈൻ ഈസ് ദ ലോജിക്കൽ സീക്വൻസ് ഓഫ് ദ പ്രോസസ് ഓഫ് എ ജോബ് അനാലിസിസ് and involves deliberate actions to organize tasks, duties and responsibilities into a unit of work so as a business objectives. Okay, ബിസിനസിന്റെ ലക്ഷ്യം എന്താണ്? ഓക്കെ, ഏതൊരു ബിസിനസ്സും നമുക്കറിയാം ഏത് തരത്തിലുള്ള ബിസിനസ് ആയിക്കോട്ടെ, ആ ബിസിനസിന്റെ ലക്ഷ്യം എന്താണോ അത് ഒരു യൂണിറ്റ് ഓഫ് വർക്കോട് കൂടിയിട്ടാണ് നേടിയെടുക്കാൻ സാധിക്കുന്നത് അല്ലെ. ആ യൂണിറ്റ് ഓഫ് വർക്കിൽ ചെയ്യുന്ന അല്ലെ കൃത്യമായിട്ട് ആ ജോലി എന്താണോ അത് വ്യക്തമായിട്ട് അനലൈസ് ചെയ്ത് വിശകലനം ചെയ്തിട്ട് അതിൽ നമുക്കറിയാം കൃത്യമായിട്ടുള്ള ആക്ഷനുകൾ എടുക്കണം. അതായത് ആ ടാസ്ക് എന്താണോ, ഓരോരുത്തർ ചെയ്യേണ്ട ടാസ്കുകൾ എന്താണോ, ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ എന്താണോ, അല്ലെങ്കിൽ അവരുടെ ചുമതലകൾ അല്ലെങ്കിൽ കർത്തവ്യ നിർവഹണ സമയത്തിന്റെ ഉള്ളിൽ തന്നെ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരു ലോജിക്കൽ ആയിട്ടുള്ള ക്രമത്തിൽ കൈകാര്യം ചെയ്തെടുക്കുന്ന ഒരു രൂപരേഖയാണ് എന്ന് പറയുന്നത് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏത് ജോലിയാണെങ്കിലും നമുക്കറിയാം വിവിധ എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. സോ ഓരോരുത്തരും വർക്ക് ചെയ്യുന്ന അവരവരുടെ ടാസ്കുകൾ അല്ലെ അവരുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസിന്റെ അണ്ടറിലാണ് അവര് കൃത്യമായിട്ടുള്ള വർക്ക് ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള ഒരു രൂപരേഖ അല്ലെ ഒരു ഡിസൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. Okay, job design is the logical sequence of the process of a job analysis and involves അല്ലെ ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു ക്രമപ്രവർത്തനമാണ് അവിടെ ആ ഒരു ജോലിയുമായി വിലയിരുത്തിയിട്ട് നടപ്പാക്കുന്നത്. ആൻഡ് ഇൻവോൾവ്സ് ഡെലിബറേറ്റ് ആക്ഷൻസ് ടു ഓർഗനൈസ് ടാസ്ക് അല്ലെ. അവിടെ കൃത്യമായിട്ട് ടാസ്കുകളൊക്കെ അല്ലെ എന്താണ് അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോരുത്തരുടെയും ചുമതലകളും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ ആ ഒരു ബിസിനസിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് കൊടുക്കുന്ന ഒരു ഡിസൈൻ ആണ് എന്ന് പറയുന്നത് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ജോബ് ഡിസൈൻ ഓക്കെ അല്ലേ? എന്താ പറയേണ്ടതുണ്ടോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കൺസെപ്റ്റ് ഓഫ് ജോബ് ഡിസൈൻ അല്ലെ. കൺസെപ്റ്റ് ജോബ് ഡിസൈൻ നോക്കാം. ഇറ്റ് വിൽ ബിലീവ്ഡ് ദാറ്റ് എഫിഷ്യന്റ്ലി സ്ട്രക്ചേർഡ് ജോബ് മോട്ടിവേറ്റ്സ് ദ എംപ്ലോയീസ് ഫോർ ഹയർ ലെവൽ ഓഫ് പെർഫോമൻസ്. നമുക്കറിയാം നല്ല ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അല്ലെ നല്ലൊരു കൃത്യമായിട്ടുള്ള നിർവഹണ രീതികളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് ഹയർ ലെവൽ ഓഫ് പെർഫോമൻസിലേക്ക് എത്തിക്കും. വെച്ചാൽ അവരവരുടെ വർക്ക് നമുക്കറിയാം സമയത്തിന് തന്നെ എംപ്ലോയീസ് വർക്ക് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള പരിണത ഫലങ്ങൾ അവരെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. സോ അല്ലെ ഏതായാലും സുപ്പീരിയേഴ്സ് ആണെങ്കിലും നമുക്കറിയാം അവരെ അല്ലെ ശാസിച്ച് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന നടപടികളൊക്കെ സ്വീകരിക്കും. സോ എന്താണ് അവിടെ കൃത്യമായിട്ട് തന്നെ അല്ലെ സ്ട്രക്ചേർഡ് ജോബ് മോട്ടിവേറ്റ്സ് ദ എംപ്ലോയീസ് ഫോർ ഹയർ ലെവൽ ഓഫ് പെർഫോമൻസ്. അവർക്ക് കൃത്യമായി തന്നെ പെർഫോമൻസുകളെല്ലാം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. Then clearly designed job often result in a boredom and employee frustration, then high turnover, reduced motivation, low level of productivity and increase in operating cost. Okay, അപ്പൊ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് പുവർലി ഡിസൈൻഡ് ആണെങ്കിൽ നമുക്കറിയാം അതിന് പ്രത്യേകിച്ച് ഒരു രൂപരേഖയൊന്നുമില്ല അല്ലെ. അപ്പോ എംപ്ലോയീസ് വരുന്നു, അവര് കൃത്യസമയത്ത് അല്ലാതെ വർക്കുകളൊക്കെ എങ്ങനെയൊക്കെ ഫിനിഷ് ചെയ്യുന്നു, റെസ്പോൺസിബിലിറ്റി ഒന്നും മാറില്ല അല്ലെ. അങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ് അവർക്ക് ഒരു ബോർഡം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എന്തൊക്കെയോ ചെയ്യുന്നു അല്ലെ. അങ്ങനെയുള്ള ഒരു രീതിയിൽ വർക്കിംഗ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനായിട്ടുള്ള ശ്രദ്ധയായിരിക്കും. അങ്ങനെ വരുമ്പോൾ അവർക്ക് തന്നെ ഓക്കെ ഈ ജോലിയും കൊണ്ട് എന്തെങ്കിലും അല്ലെ ഇത് ചിലപ്പോൾ നിന്ന് പോകാൻ സാധ്യതയുണ്ടോ, അതിനൊരു പ്രോഗ്രസീവ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, നമ്മൾ മറ്റൊരു ജോലി തേടേണ്ടതുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരു മനോഭാവം ആ എംപ്ലോയിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. സോ അങ്ങനെ വരുമ്പോൾ എന്താണ് ഹൈ ടേൺ ഓവർ, അവര് ആ ജോലി നിന്ന് വിട്ടുപോകാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നു. കാരണം അതിന് ആ ജോലിക്ക് ഒരു നിലനിൽപ്പ് ഉണ്ടാവുമോ എന്നുള്ള ഒരു സംശയം ഇവർക്ക് വരികയാണ് ചെയ്യുന്നത് അല്ലെ.
reduced motivation, low level of productivity, and increase in operating cost. നമുക്കറിയാം അല്ലെ, ചെയ്യണമെന്ന് ഉള്ള പ്രേരക ഘടകങ്ങളൊന്നുമില്ല. ഇന്ന സമയത്ത് ചെയ്യണമെന്നോ ഉത്തരവാദിത്തമുള്ള പേഴ്സണെ റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്യണമെന്നോ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം അവര് വളരെ കെയർലെസ് ഒക്കെ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ലോ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി ആയിരിക്കും, ഉൽപാദനക്ഷമത കുറവായിരിക്കും. പിന്നെ അതേമാതിരി തന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഹൈ ആയിരിക്കും. നമുക്കറിയാം തൊഴിലാളികൾ ചെയ്യേണ്ട സമയത്ത് ഡ്യൂട്ടികളൊന്നും ചെയ്യാതെ കെയർലെസ് ആയിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ കോസ്റ്റ് എന്തായാലും ഹൈ ആയിരിക്കും അല്ലെ, ചെലവ് കൂടുതലുമായിരിക്കും. സോ കൃത്യമായിട്ട് ജോബ് ഡിസൈൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും. അതേസമയം അല്ലെ ജോബ് ഡിസൈൻ ഇല്ല എങ്കിൽ നമുക്കറിയാം, നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ജോബിന് അല്ലെ കൃത്യമായിട്ടുള്ള രൂപരേഖയൊന്നും ഇല്ലെങ്കിൽ ആ തൊഴില് അല്ലെ ആ കമ്പനി അല്ലെങ്കിൽ ആ ബിസിനസ് ഹോമൊക്കെ കൂട്ടി പോകാനുള്ള സാധ്യതകളുണ്ട് അല്ലെ. അത് കാരണം കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ അതിലില്ല. സോ കൃത്യമായിട്ടുള്ള ഒരു പ്രേരക ഘടകമില്ല, ഹൈ ടേൺ ഓവർ റേറ്റ് കൂടുതലായിരിക്കും. അതേമാതിരി തന്നെ ലോ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി ആയിരിക്കും, ഒപ്പം കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ? അപ്പോൾ ചിലപ്പോഴൊക്കെ എന്താണ് ജോബ് ഡിസൈൻ എന്ന് ചോദിച്ച് കാണാറുണ്ട്. സോ അത് മനസ്സിലാക്കി തന്നെ വെക്കുക. ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് ലോജിക്കൽ സീക്വൻസ് ഓഫ് പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് അല്ലെ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഇതിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്, ഓർഗനൈസ്, ടാസ്ക്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി അല്ലെ, അതിനെയൊക്കെ ഓർഗനൈസ് ചെയ്യുക. നമുക്കറിയാം കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ജോബ് ഡിസൈൻ. അതേമാതിരി തന്നെ ഇൻ കേസ് എന്താണ് പുവർലി ഡിസൈൻഡ് ജോബ് ആണ് എങ്കിൽ അത് എന്തിലേക്കൊക്കെ നയിക്കും, അത് എന്തിലേക്കൊക്കെ നയിക്കാൻ സാധ്യതയുണ്ട്? എംപ്ലോയി ഫ്രസ്ട്രേഷൻ, ഹൈ ടേൺ ഓവർ, റെഡ്യൂസ്ഡ് മോട്ടിവേഷൻ, ലോ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇൻക്രീസ് ഇൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. രണ്ട് പോയിന്റ്, അത് രണ്ട് കാര്യവും നോട്ട് ചെയ്ത് പോവുക. ഓക്കെ ആണോ, ക്ലിയർ ആണോ? യെസ്. നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ. ഇതിന്റെ ആ ജോലിയുടെ സവിശേഷതകളെ കുറിച്ചിട്ടുള്ള ഒരു മോഡലാണ്. അതുമായി ബന്ധപ്പെട്ട് നോക്കാം. അത് ഒരു അല്ലെ അദ്ദേഹം ഇതിന്റെ പേരൊക്കെ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. The job characteristics model is one of the most influential attempts to design job with the increased motivational properties. Hackman and Oldham 1975. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ജോബ് ഡിസൈനിന്റെ അറ്റംപ്റ്റുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രചോദിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മോഡലാണ് ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ എന്ന് പറയുന്നത്. അത് ആരാണ് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്? ഹാക്മാൻ ആൻഡ് ഓൾഡ്ഹാം 1975 ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഹാക്മാൻ ആൻഡ് ഓൾഡ്ഹാം 1975 ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിലെന്താ പറയുന്നത്? പ്രൊപ്പോസ്ഡ് ബൈ ഹാക്മാൻ ആൻഡ് ഓൾഡ്ഹാം, ദ മോഡൽ ഡിസ്ക്രൈബ്സ് 5 core job dimensions leading to 3 critical psychological states resulting in working related outcomes. ഓക്കെ, അതായത് ഇതിലെ പ്രധാനമായിട്ട് പറയുന്നത് ഹാക്മാൻ ആൻഡ് ഓൾഡ്ഹാം ദ മോഡൽ ഡിസ്ക്രൈബ് അല്ലെ, അവരുടെ ആ ഒരു മോഡലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ വിവരിക്കുന്നത് 5 core job dimension അല്ലെ, അളവുകോലുകൾ വെച്ചിട്ടാണ് ആ കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫോർ ജോബ് ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു 5 കാര്യങ്ങൾ പറയുന്നത്. സ്കിൽ, വെറൈറ്റി, ടാസ്ക് ഐഡന്റിഫൈ, ടാസ്ക് സിഗ്നിഫിക്കൻസ്, ഓട്ടോണമി, ദെൻ ഫീഡ്ബാക്ക്. ഈ 5 കാര്യങ്ങൾ അത് ആ ഒരു അളവുകോല് വെച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പരിണത ഫലമായിട്ട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള എഫക്റ്റ് അവിടെയുള്ള എംപ്ലോയീസിലേക്ക് വരും. അതായത് മീനിങ്ഫുൾനെസ്, റെസ്പോൺസിബിലിറ്റീസ്, നോളജ് ഓഫ് റിസൾട്ട്. ദെൻ അതായിരിക്കും അതിന്റെ പരിണത ഫലമായിട്ടാണ് നെക്സ്റ്റ് നമുക്ക് ലഭ്യമാകുന്ന ഔട്ട്കംസ്. അതായത് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഔട്ട്കംസ്, മോട്ടിവേഷൻ, പെർഫോമൻസ്, സാറ്റിസ്ഫാക്ഷൻ, അബ്സെന്റിസം, ടേൺ ഓവർ. അതായത് ഇതെല്ലാം കൂടി ചേർന്ന് ലഭ്യമാക്കി കൊടുക്കുമ്പോഴാണ് ഏതൊരു എംപ്ലോയിക്കും നല്ല മോട്ടിവേഷൻ ഉണ്ടാവുക, പെർഫോമൻസ് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നത്, നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത്. ദെൻ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ടേൺ ഓവർ റേറ്റ് ഒക്കെ കുറയും, ആബ്സെന്റീസ് ഒക്കെ കുറയും. ദെൻ അങ്ങനെ അവർക്ക് ഓർഗനൈസേഷനിൽ സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഒന്നുകൂടി നോക്കാം. പ്രൊപ്പോസ്ഡ് ബൈ ഹാക്മാൻ ആൻഡ് ഓൾഡ്ഹാം
The model describes the 5 core dimensions leading to 3 critical psychological states. ആ ജോബ് ഡയമെൻഷൻസ് എന്തിലേക്ക് ലീഡ് ചെയ്യും? 3 ക്രിട്ടിക്കൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, അല്ലെ? ഒരു മനുഷ്യൻ, ഒരു എംപ്ലോയി നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് നോളജ് മാത്രം കിട്ടിയാൽ പോരാ, അല്ലെങ്കിൽ സ്കില്ല് മാത്രം കിട്ടിയാൽ പോരാ, അവരുടെ പ്രേരക കുറച്ച് ഘടകങ്ങൾ കൂടി വേണം, അല്ലെ? ഞാൻ ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നോളജും സ്കില്ലും ഉണ്ടായിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു പവറും കൂടിയും ഉണ്ടായിരിക്കണം, അല്ലെ? ആ ഒരു ശക്തിയും കൂടി ഉണ്ടെങ്കിലാണ് അവര് മാനസികമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുള്ളൂ. സോ ഈ ഒരു ജോബ് ഡയമെൻഷൻസ് ക്രിട്ടിക്കൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇതിലേക്ക് നയിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവം? നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ബെറ്റർ റിസൾട്ടിലേക്ക് അത് എത്തിക്കുന്നു. അപ്പൊ ഈ ഡയമെൻഷൻസ് ഒന്നുകൂടി നോക്കാം. എന്താണ് ഫോർ ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? സ്കിൽ വെറൈറ്റി, വ്യത്യസ്ത തരത്തിലുള്ള കഴിവുകൾ അവർക്ക് ഉണ്ടായിരിക്കാം. ടാസ്ക് ഐഡന്റിഫൈ, അല്ലെ? ഓരോ ടാസ്കുകളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷി. ടാസ്ക് സിഗ്നിഫിക്കൻസ്, ഓരോ ടാസ്കിന്റെയും പ്രാധാന്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓട്ടോണമി, ഏകാധിപത്യമായിട്ട് തന്നെ, അല്ലെ? അവർക്ക് സ്വന്തം ഒറ്റയ്ക്ക് ചെയ്യാനുള്ള പവർ. ഫീഡ്ബാക്ക്, അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഓരോ എംപ്ലോയിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചിലപ്പോൾ കുറവുകളൊക്കെ ഉണ്ടാവാം, അല്ലെ? അത് മനസ്സിലാക്കിയിട്ട് അതിനനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കണം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഓരോ എംപ്ലോയിക്ക് ഉണ്ടെങ്കിൽ, അല്ലെ? വ്യത്യസ്ത തരത്തിലുള്ള കഴിവുകളും അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള, ഐഡന്റിഫൈ ചെയ്യാനായിട്ടും, അല്ലെങ്കിൽ പ്രാധാന്യത്തോടുകൂടി പ്രവർത്തിക്കാനായിട്ടും, സ്വന്തമായിട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടുള്ള എല്ലാ പോരായ്മകളും പരിഹരിച്ചൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് അവരുടെ ഡ്യൂട്ടി മീനിങ് ഫുൾ ആക്കി, അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. ദെൻ അവർക്ക് എല്ലാ തരത്തിലുള്ള നോളജും ലഭ്യമാകും, അല്ലെ? അപ്പൊ നോളജിലേക്ക് എത്താനായിട്ട് എല്ലാത്തിനും കേസ് ഏത് ഡ്യൂട്ടി ആണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് ആ വ്യക്തി ഒക്കെ ആവും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു സ്ട്രെസ് ഒന്നും കൂടാതെ തന്നെ, ഒരു പേടിയും കൂടാതെ, അതേപോലെ തന്നെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് അവർക്ക് വീണ്ടും വീണ്ടും, അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഓരോ എംപ്ലോയിയുടെയും ഫീഡ്ബാക്കിലൊക്കെ നമുക്കറിയാം അവർക്ക് കൃത്യമായിട്ട് തന്നെ ചിലപ്പോൾ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി കമ്മിറ്റ്മെന്റ് ഓർഗനൈസേഷനോട് തോന്നണമെങ്കിൽ ചിലപ്പോൾ കോമ്പൻസേഷനും അവാർഡുകളും, അല്ലെ? മറ്റു തരത്തിലുള്ള ഇൻസെന്റീവ്സ് ഒക്കെ അവർക്ക് കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ആ എംപ്ലോയിനെ സംബന്ധിച്ച് ഓർഗനൈസേഷനിൽ നല്ലൊരു ഹ്യൂമൻ അസറ്റ് ആയിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ് അവരുടെ മോട്ടിവേഷൻ, അല്ലെ? അവരുടെ പെർഫോമൻസ്, അവർക്ക് നല്ല പ്രയോറിറ്റി ഘടകം, അതായത് നല്ല കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാവും, നല്ല രീതിയിലുള്ള പെർഫോമൻസ് അവർ കാഴ്ചവെക്കും, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആയിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ എന്താണ് ആ ഓർഗനൈസേഷനിൽ വരാതിരിക്കുന്ന ദിവസങ്ങളോ അല്ലെങ്കിൽ ടൈമുകളോ ഒന്നും ഇല്ലാതെ ആയിരിക്കും. ദെൻ അവര് മറ്റൊരു കമ്പനിയിലേക്ക് പോകുന്ന അവരെ കുറിച്ച് ചിന്തിക്കാതെ വരും, അല്ലെ? ടേൺ ഓവർ റേറ്റ് കുറഞ്ഞു വരും. ഓക്കെയാണോ? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ജോബ് ഡിസൈൻ നല്ലൊരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അവർക്ക് പറ്റുമെന്ന് പറഞ്ഞു. അപ്പോ ഇതേമാതിരി തന്നെ ആ ഒരു ജോബ് ഡിസൈനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതും വരുന്നത്. അതായത് അവർക്ക്, അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള സ്കിൽ അനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തർക്കും വർക്ക് കൊടുക്കുന്നത്. അവർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനും അത് സ്പെസിഫൈ ചെയ്ത്, അല്ലെ, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വർക്ക് എന്താണെന്നും അത് ഇത്ര ടൈമില് സ്വന്തമായിട്ട് ചെയ്യാനും എല്ലാ തരത്തിലും ഉള്ള ഫീഡ്ബാക്ക് ഒക്കെ കളക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ എംപ്ലോയിയുടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അവരുടെ നോളജ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള അവയർനെസ് അങ്ങനെ വരും, അല്ലെ? അങ്ങനെ അവയർനെസ് ഒക്കെ ഉണ്ടാവുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും ആ എംപ്ലോയി ഒരു നല്ലൊരു ഹ്യൂമൻ അസറ്റ്, അല്ലെ? ഹ്യൂമൻ ബിഹേവിയർ ഒക്കെ ഓക്കെ ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നല്ല മോട്ടിവേഷനോട് കൂടിയിട്ട്, നല്ല പെർഫോമൻസോട് കൂടിയിട്ട്, നല്ല സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ആയിട്ട് ആ എംപ്ലോയി അവിടെ നിലകൊള്ളും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ആബ്സെന്റീസും കുറയുന്നു, ടേൺ ഓവർ റേറ്റും കുറയുന്നു. ഓക്കെയാണോ? ഓക്കെ, അപ്പൊ ഇതിലെ ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ കാണാം. എന്താണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് ലഭ്യമാകുന്നത്, അല്ലെങ്കിൽ എന്താണ് ഡയമെൻഷൻസുകൾ എന്തൊക്കെയാണ്, അല്ലെ? 5 ഡയമെൻഷൻസിന് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ചോദിക്കാം. ദെൻ ഔട്ട്കംസ് ആയിട്ട് നമുക്കറിയാം എല്ലാം ചോദിച്ചു കഴിയില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കും. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. അത് ഹാക്മാൻ ആൻഡ് ഓൾഡ്ഹാം ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സെന്റൻസും അണ്ടർലൈൻ ചെയ്ത് പോവുക. അതായത് ദ മോഡൽ ഡിസ്ക്രൈബ്സ് 5 core job dimensions
leading to 3 critical psychological stages that resulting in a work-related outcomes. Okay. Clear ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. കാരണം പെട്ടെന്ന് എടുക്കുമ്പോൾ എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടാതെ വരും. സോ ഒന്ന് ജസ്റ്റ് നോക്കുക, വായിച്ചു നോക്കുക. ജോബ് ഡിസൈൻ എന്താണെന്നുള്ളത് ഓക്കെ ആയിരിക്കും. കൺസെപ്റ്റ് ഓഫ് ജോബ് ഡിസൈനും ഓക്കെ, വലിയ പ്രശ്നമില്ലാത്തതാണ്. ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആ സെന്റൻസ് വെച്ച് തന്നെ മനസ്സിലാക്കി പോവുക. ഓക്കെ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ? ക്ലിയർ അല്ലേ? അല്ലേ? കണ്ടിന്യൂ ചെയ്യാലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നിങ്ങൾ ഓക്കെ ആണെന്നുള്ളത്, ഒന്ന് രണ്ടുപേരും ഓക്കെ ആണെന്നുള്ളത് താൻ പഠിച്ചു തരുന്നത്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്കപ്പോ കണ്ടിന്യൂ ചെയ്ത് പോവാം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് എ ജോബ് ഡിസൈൻ. എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് എ ജോബ് ഡിസൈനിന്റെ പറയുന്നത് നോക്കാം. പ്രാധാന്യം, അതായത് ജോബ് ഡിസൈനിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നമുക്കറിയാം. ഓൾമോസ്റ്റ് ആ ഒരു രൂപരേഖ ഉണ്ടെങ്കിലാണ് ഏതൊരു ഓർഗനൈസേഷനും സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ? നോക്കാം. ജോബ് ഡിസൈൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് ദിസ് ഈസ് ദ പ്രോസസ് which makes sure that the job remains updated and is relevant to the employee. Okay, നമുക്കറിയാം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സ് നല്ല രീതിയിൽ നടപ്പാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ അപ്ഡേഷനൊക്കെ അല്ലെ കൃത്യമായിട്ട് തന്നെ ഒരു ബ്രേക്കും ഇല്ലാതെ തന്നെ അപ്ഡേറ്റ് ആയിട്ട് തന്നെ അത് വായിക്ക് കൃത്യമായിട്ട് തന്നെ കാര്യനിർവഹണത്തിലൂടെ നടപ്പാക്കി പോകാനായിട്ട് സാധിക്കും. The primary objective there is to minimize dissatisfaction which comes while doing the job on a daily basis. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡെയിലി നമുക്കറിയാം ഓരോ വർക്കേഴ്സിനും വർക്ക് ചെയ്യേണ്ടതുണ്ട്, അല്ലെ? അപ്പൊ അവിടെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെ, ഒരു അസംതൃപ്തി ഫീൽ ചെയ്യുന്ന കാര്യം അത് ഒഴിവാക്കി കിട്ടാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് അല്ലെ രാവിലെ വന്ന് ഡ്യൂട്ടിക്ക് കയറുമ്പോൾ എന്താണ് നമ്മുടെ ഡ്യൂട്ടി നമ്മൾ കൃത്യമായ രൂപരേഖ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ഡ്യൂട്ടി ചെയ്യും. കറക്റ്റ് സമയത്ത് കറക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ കറക്റ്റ് സമയത്തിനുള്ളിൽ നമ്മൾ ഡ്യൂട്ടി ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കും, അല്ലെ? നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാവും, അല്ലെ? അപ്പൊ ഡെയിലി ബേസിൽ നമുക്കറിയാം ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാത്ത രീതിയിൽ അത് മിനിമൈസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഇതുകൊണ്ട് പ്രധാനമായിട്ടും ഒബ്ജക്റ്റീവ് ചെയ്യുന്നത്, അതായത് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. This dissatisfaction can lead to employees leaving the organization and causing issues for the company. Okay. അതായത് നമുക്കറിയാം ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ എംപ്ലോയീസ് വർക്ക് ചെയ്യാണ്, സാറ്റിസ്ഫൈ ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ പ്രത്യേകത? ഓക്കെ, അവർക്കും അവരുടെ ഔട്ട്കംസ് നേടിയെടുക്കാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും, അല്ലെ? വലിയ ഇഷ്യൂസ് ഒന്നും വരില്ല. അവിടെ എന്താണ് ഓർഗനൈസേഷൻ അയ്യോ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ടെൻഷനൊന്നും ഇല്ലാതെ ഇങ്ങനെ എംപ്ലോയി വരിക, അല്ലെ? അങ്ങനെ വരുമ്പോൾ എന്താണ് എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ നല്ല രീതിയിലുള്ള ഔട്ട്കംസ് അവിടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. സോ അവിടെ എന്താണ് വലിയ വലിയ ഇഷ്യൂസുകളൊന്നും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല, അല്ലെ? ജോബ് ഡിസൈൻ ഹാസ് ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് റെഗുലർലി അപ്ഡേറ്റിംഗ് ദ ജോബ്. ജോബ് ഡിസൈനിന്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് അല്ലെ ഡെയിലി നമ്മളിപ്പോ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങൾ ഏതൊരു എംപ്ലോയി ആണെങ്കിലും ഇന്നത്തെ ഉത്തരവാദിത്തങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തതിനു ശേഷമാണ് നെക്സ്റ്റ് ഡേയിലേക്ക് അല്ലെ
നമുക്ക് ബർഡൻ ആയിട്ടൊന്നും ഒരു റെസ്പോൺസിബിലിറ്റിയും നമുക്ക് വെക്കാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് പോകേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ പെൻഡിങ് വർക്ക് ആവുമ്പോൾ നമുക്കറിയാം സൂപ്പർവൈസേഴ്സ് ആണെങ്കിലും അല്ലെ നമ്മുടെ കൃത്യമായിട്ടുള്ള മേലാധികാരികളുടെ കർശനമായിട്ടുള്ള നിലപാടുകൾക്കൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ എന്താണ്, നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്ത് മുന്നേറേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ജോബ് ഡിസൈനിൽ ഇത് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, ഒപ്പം തന്നെ അപ്ഡേഷനോട് കൂടിയിട്ട് വർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ജോബ് ഡിസൈനിൽ എടുത്തു പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോവാം. പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് മിനിമൈസ് ഡിസാറ്റിസ്ഫാക്ഷൻ വിച്ച് കംസ് വൈൽ ഡൂയിങ് ദ ജോബ് ഓൺ എ ഡെയിലി ബേസിസ് അല്ലെ. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ പ്രാധാന്യത്തിന്റെ ഓരോ 1 by 1 ആയിട്ട് പോയിന്റ്സുകൾ ഉണ്ട്, ജസ്റ്റ് നോക്കാം. ഫസ്റ്റ്, ജോബ് ഇവാലുവേഷൻ. ഇൻ കേസ് നമുക്ക് ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ നമുക്ക് ജോലിയെ വിലയിരുത്താൻ സാധിക്കും എന്നുള്ളത് നോക്കാം. ഇൻഫോർമേഷൻ അബൌട്ട് ദ ജോബ് ഡിസൈൻ ഈസ് നീഡഡ് ഫോർ ജോബ് ഇവാലുവേഷൻ, which is the process of comparing the job with the other jobs is in an organization to assess the proper grade. Okay, നമുക്കറിയാം ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് തന്നെ അല്ലെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, ജോലിയെ വിലയിരുത്താനായിട്ട് സാധിക്കും. ഇത് ഏതൊരു സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആണെങ്കിലും നമുക്കറിയാം ഒന്നിനോ പുറമെ മറ്റൊരു ഡ്യൂട്ടീസുകളായിരിക്കും അല്ലെ. അത് ഇങ്ങനെ ഒന്നിന് പുറമെ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഫസ്റ്റ് ഡ്യൂട്ടി എത്രത്തോളം തീർന്നോ അതിന് ചേർന്ന വിധത്തിലായിരിക്കണം നെക്സ്റ്റ് ഡ്യൂട്ടികൾ പോവുക അല്ലെ. ഇൻ കേസ് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അത് സെമി ഫിനിഷ്യൽ ഗുഡ്സിലേക്ക് ആക്കുന്നോ, ഫിനിഷ്യൽ ഗുഡ്സിലേക്ക് ആക്കുന്നോ, പാക്കിങ്ങിലേക്ക് പോകുന്നു, അങ്ങനെ ഒരു കറക്റ്റ് ഫ്ലോ ഉണ്ടാവും അല്ലെ. അതേപോലെ തന്നെ സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും നമുക്കറിയാം അല്ലെ, ഓരോരോ സർവീസ് ആണെങ്കിലും അത് കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനുള്ള റിസോഴ്സുകളും മെഷീനും എല്ലാം ഉണ്ടാവും അവിടെ. അതനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യുന്നു അല്ലെ. ഫസ്റ്റ്ലി നമുക്കറിയാം ഇതൊരു ഇതാണെങ്കിലും റിസപ്ഷനിസ്റ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അല്ലെ അവിടെ അടുത്ത സെക്ഷനിലേക്കുള്ള പേഴ്സൺസ് വെയിറ്റിംഗ് അല്ലെ. അവിടെ ആ ഡ്യൂട്ടിയിൽ ആ എംപ്ലോയീസ് കാര്യങ്ങളൊക്കെ സർവീസുകളൊക്കെ കൃത്യമായിട്ട് നിർവഹിച്ചു കൊടുക്കുന്നു. അതിന്റെ അടുത്ത സെക്ഷൻ അല്ലെ. അപ്പൊ കൃത്യമായിട്ട് തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താണ് ഒരു ഫ്ലോ ഉണ്ടാവും. സോ ഇങ്ങനെ വരുമ്പോൾ എന്താണ് ഈ ഒരു ഫ്ലോവിനെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ്ലി നമുക്കറിയാം വിച്ച് പ്രോസസ് ഓഫ് കമ്പയറിംഗ് ദ ജോബ് വിത്ത് അതർ ജോബ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ ടു അസസ് ദ പ്രോപ്പർ ഗ്രേഡ്. ഓക്കെ, നമുക്കറിയാം എത്ര ഇപ്പൊ ഇൻ കേസ് ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ എത്രത്തോളം പേഷ്യൻസ് ഉണ്ട് അല്ലെ, അതിനെ മനസ്സിലാക്കിയിട്ട് തന്നെ ഡോക്ടറിന്റെ സേവനങ്ങൾ നടപ്പാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു ട്യൂഷൻ ആണെങ്കിലും അല്ലെ, ഒരു ട്യൂഷൻ സെന്റർ ആണെങ്കിലും കുട്ടികൾ വെയിറ്റിംഗിലാണോ അല്ലെ, നെക്സ്റ്റ് അവറിലേക്ക് അടുത്ത ബാച്ചിൽ ഉണ്ടെങ്കിൽ നമുക്കറിയാം ആ ടൈമിനനുസരിച്ചിട്ട് തന്നെ അല്ലെ ആ ഒരു എടുക്കുന്നവര് കൃത്യമായിട്ട് തന്നെ പ്രൊപ്പോർഷനേറ്റ് ചെയ്ത് അത് ഡ്യൂട്ടി നിർവഹിച്ചു. സോ എന്താണ് അത് പ്രോഡക്റ്റ് ഓറിയന്റഡ് ആണെങ്കിലും സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും നമുക്ക് ആ ഒരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് തന്നെ അതനുസരിച്ചിട്ട് തന്നെ കമ്പയർ ചെയ്ത് വിലയിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ജോബ് ഇവാലുവേഷൻ ഇതാണ് ജോലി വിലയിരുത്തുക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? സെക്കൻഡ് പോയിന്റിലേക്ക് പോവാലോ. ഓക്കെ അല്ലേ, ജോബ് ഇവാലുവേഷൻ. മാന്തിയിട്ട് നിങ്ങൾ സൈലന്റ് ആണോ? ഓക്കെ, കുറെ പേരൊക്കെ ഓക്കെയാണ്. ചിലപ്പോ ആണെങ്കിൽ ലൈറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്തത് കൊണ്ടായിരിക്കാം. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. എന്താണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിലെ ജോബ് ഡിസൈനിന്റെ പ്രാധാന്യം എന്താണ്? The process gives you a better understanding about the job that needs to be filled and helps. Okay, നമുക്കറിയാം എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ വേക്കൻസികൾ വരുമ്പോൾ എംപ്ലോയീസിനെ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ. അപ്പൊ വേണ്ടത്ര അപേക്ഷകൾ കണ്ടെത്തണമെങ്കിൽ നമുക്കറിയാം എന്താണ് അവിടെ ഓക്കെ ഇന്ന സ്ട്രക്ചറിൽ ഇന്ന പ്ലേസിലാണ് അവിടെ വേക്കൻസി വന്നിരിക്കുന്നത്. സോ അതിനനുയോജ്യമായിട്ടുള്ള സ്കില്ല് അല്ലെങ്കിൽ നോളജ് ഉള്ള പേഴ്സൺസിനെയാണ് കണ്ടെത്തേണ്ടത് അല്ലെ. ക്വാളിഫിക്കേഷൻ അക്കാദമിക് ആണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് പേഴ്സൺസിനെ കണ്ടെത്തേണ്ടത്. സോ അത് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും. എവിടെയാണ് ആ ഒരു വേക്കൻസികൾ വന്നതെന്ന് മനസ്സിലാക്കാനായിട്ടും ഫില്ല് ചെയ്യാനായിട്ടും അതുകൊണ്ട് സാധിക്കുന്നു. ഒരു സ്ട്രക്ചർ ഇല്ലെങ്കിൽ എല്ലാവരും അല്ലെ ഒരു ഏതാണ്ട് കുറെ പേരൊക്കെ ഡ്യൂട്ടിക്ക് വരുന്നു എന്നുള്ളൂ. ഒരു ഘടനയില്ലാതെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലെ. The selection panel identifies the job requirements, selection criteria, write the job advertisement, develop interview questions, and assess the best applicant for the job.
അപ്പൊ സെലക്ഷൻ ക്രൈറ്റീരിയക്ക് നമുക്കറിയാം കൃത്യമായിട്ട് തന്നെ ഒരു രൂപരേഖ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ജോബ് ഡിസൈൻ ഉള്ളത് കൊണ്ട് അല്ലെ, ടെക്നീഷ്യന്മാരുടെ ഒഴിവാണോ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ക്ലിനിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പേഴ്സൺസിനെയാണ് കണ്ടെത്തേണ്ടത്. ഏത് തരത്തിലുള്ള ഡ്യൂട്ടിയിലാണ് എങ്കിലും അല്ലെ, ഏത് തരത്തിലുള്ള ഡ്യൂട്ടി ആണെങ്കിലും അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും, ഇൻവെന്ററി ഡിപ്പാർട്ട്മെന്റ് ആണോ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലാണോ അല്ലെ, എവിടെയാണെങ്കിലും ആരുടെ ഒഴിവാണെന്ന് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേമാതിരി തന്നെ പ്രൈവറ്റ് ജോബ് അഡ്വർടൈസ്മെന്റ് അല്ലെ, ആ ജോലിയെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള പരസ്യങ്ങളെല്ലാം പ്രദാനം ചെയ്യാൻ സാധിക്കും. ഡെവലപ്പ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമുക്കറിയാം, ആ ജോലി ഏതാണോ ആ ജോലിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാൻ സാധിക്കും. ആൻഡ് അസസ് ദ ബെസ്റ്റ് ആപ്ലിക്കന്റ് ഫോർ ദ ജോബ്. നമുക്കറിയാം അതിൽ നിന്ന് ബെസ്റ്റ് ആപ്ലിക്കൻസ് ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. നമ്മൾ ഏത് വേക്കൻസി ആണെന്നനുസരിച്ചിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻസ് നമ്മൾ വിലയിരുത്തുന്നത്. സോ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത് മുതൽ നമുക്കറിയാം ഏത് വേക്കൻസി ആണെന്ന് തിരിച്ചറിവുണ്ടെങ്കിലാണ് അതിനനുസരിച്ചിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതനുസരിച്ചുള്ള ആപ്ലിക്കേഷൻസ് കിട്ടിയാൽ നമുക്കറിയാം ഏത് തരത്തിലുള്ള ഇന്റർവ്യൂസ് അവർക്ക് കൊടുക്കണം, നമ്മുടെ ജോലി എന്താണോ, വേക്കൻസി എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നമുക്കറിയാം ബെസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കൻസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ശരിയല്ലേ? നല്ല കൃത്യമായിട്ടുള്ള ജോബ് ഡിസൈൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അത്തരത്തിലുള്ള വേക്കൻസികളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. ജോബ് applicants to decide if they should apply for the job and to prepare for the selection process. Okay, നമുക്കറിയാം they should apply for the job and to prepare for the selection process. ആരെ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നു, അവരിൽ നിന്നാണ് നമുക്കറിയാം സെലക്ഷൻ പ്രോസസ്സ് കിട്ടുന്ന അപേക്ഷയിൽ നിന്നാണ് ആൻഡ് പ്രിപ്പയർ ഫോർ ദ സെലക്ഷൻ പ്രോസസ്സ് അല്ലെ. ഏത് രീതിയിലുള്ള ഇപ്പൊ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ആ രീതിയിലുള്ള സെലക്ഷൻ പ്രോസസ്സ് നടത്തണം. അതേസമയം ഒരു 10 വേക്കൻസിക്ക് ഒരു 20 ആപ്ലിക്കേഷൻസ് കിട്ടുന്നുള്ളതെങ്കിൽ നമുക്ക് ഒരുപാട് ചിന്തിക്കാനൊന്നുമില്ല അല്ലെ. അവർക്ക് ഇന്റർവ്യൂ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്തിയിട്ട് കണ്ടെത്താൻ സാധിക്കും. പക്ഷെ അതേസമയം 10 വേക്കൻസിക്ക് വേണ്ടിയിട്ട് അല്ലെ ഓരോ 100 ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം അത് ആദ്യം തന്നെ നമ്മൾ കുറച്ചും കൂടി വെട്ടിക്കറിക്കാനുള്ള കുറച്ച് ഐഡന്റിഫിക്കേഷൻസ്, അതായത് അവരുടെ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷൻസും ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി കട്ട് ചെയ്ത് അതിനുശേഷമൊക്കെ ആയിരിക്കും നമ്മൾ സെലക്ഷൻ പാനലിലേക്ക് കുറച്ച് പേരൊക്കെ ഉൾപ്പെടുത്തുന്നത്. സോ അത് കൃത്യമായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള സാധ്യതകളും നമുക്ക് നടപ്പാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകും. job application to decide if they should apply for the job and to prepare for the selection process. Okay. Then അതെല്ലാം നമുക്കറിയാം ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത് നിങ്ങൾ ഓർത്തു പോകാം. Then വീണ്ടും നമുക്ക് നോക്കാം തേർഡ് പോയിന്റിൽ പറയുന്നത് കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് ഫസ്റ്റ്ലി നമ്മൾ കണ്ടു ജോബ് വിലയിരുത്തിയിട്ട് അല്ലെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ നമുക്ക് വേക്കൻസികൾ എന്താണെന്നുള്ളതനുസരിച്ചിട്ട് സെലക്ഷൻ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ നടപടികൾ എടുക്കാൻ സാധിക്കുന്നു. ദെൻ എന്താണ് കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഇങ്ങനെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുത്തിരിക്കുന്ന പേഴ്സൺസിന് എന്താ പ്രത്യേകത, അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ തന്നെ അല്ലെ ആ ഒരു കമ്പനിയോട് ചേർന്ന വിധത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം അല്ലെ ഓരോ എംപ്ലോയീസിന്. ഓക്കെ, അത് ഇൻഫോർമേഷൻ ഹെൽപ്സ് employee to understand the requirement of their role, understand the needs of the other roles in the organization, and recognize the abilities necessary for their chosen professions. Okay, നമുക്കറിയാം ഒരുപാട് ഇൻ കേസ് ചില സ്ഥാപനങ്ങളിലൊക്കെ അല്ലെ ക്ലർക്കുമാരുടെ പോസ്റ്റ് ആണെങ്കിലും അല്ലെ അക്കൗണ്ടന്റ്മാരുടെ പോസ്റ്റ് ആണെങ്കിലും ടെക്നീഷ്യന്മാരുടെ പോസ്റ്റ് ആണെങ്കിലൊക്കെ ചില വലിയ വലിയ കമ്പനികളാണെങ്കിൽ ഒരുപാട് അപേക്ഷകൾ കിട്ടും. ഓക്കെ, നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോ വേക്കൻസിക്ക് അനുയോജ്യമായിട്ടാണ് അവർക്ക് ജോലി ഓഫർ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് ഓരോ ഇതികൾക്കും അണ്ടർസ്റ്റാൻഡ് അല്ലെ കൃത്യമായിട്ട് ഇൻഫോർമേഷൻ ഹെൽപ്സ് എംപ്ലോയീസ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദെയർ റോൾ. ഓക്കെ, അവര് നമ്മൾ ഏത് റോളാണ് നിർവഹിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻ കേസ് നമുക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ കിട്ടി അവർക്ക് ഒരു സെലക്ഷനിലേക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നുള്ളത് നമ്മുടെ റോൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ജോബ് ഡിസൈൻ ഉള്ളതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. Then understand the needs of other roles in the organization. മറ്റ് റോളുകൾ അല്ലെ മറ്റ് കാര്യങ്ങളൊക്കെ ഇവരുടേതായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഓർഗനൈസേഷന് വേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആൻഡ് റെക്കഗ്നൈസ് ദ എബിലിറ്റീസ് നെസസറി ഫോർ ദെയർ ചൂസൺ പ്രൊഫഷൻസ്. ദെൻ അപ്പോ ചിലർക്ക് നമുക്കറിയാം ഒരുപാട് ഇതുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഒരു നഴ്സുമാരാണെങ്കിലും
കോമൺ ആയിട്ട് നഴ്സിംഗ് ഡ്യൂട്ടി ചെയ്യാം. പക്ഷെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലോ വിവിധ ഫീൽഡുകളിലോ അവർക്ക് വർക്ക് ചെയ്യാം അല്ലെ. കാഷ്വാലിറ്റിയിലോ അല്ലെങ്കിൽ ഇൻപേഷ്യന്റിന്റെ ഇതിലോ അല്ലെ, അല്ലെങ്കിൽ ഇൻ കേസ് എവിടെ വേണമെങ്കിലും നഴ്സുമാർക്ക് ഡ്യൂട്ടി ചെയ്യാം. പക്ഷെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ചെയ്യാനായിട്ടുള്ള പ്രാപ്തിക്ക് അനുയോജ്യമായിട്ടാണ് അവരെ തെരഞ്ഞെടുക്കുന്നത് അല്ലെ. തീർച്ചയായിട്ടും അപ്പൊ ഈ ഒരു ചൂസൺ അല്ലെ, നമുക്ക് ഏത് മേഖലയിലേക്ക് പോകാനായിട്ട് സാധിക്കും, എന്താണ് റെസ്പോൺസിബിലിറ്റി, അധികമായിട്ട് നമ്മൾ ആ ഒരു ഡിസിഷൻ കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത് അല്ലെ, അതിനൊക്കെ നമ്മളെ കൊണ്ട് പ്രാപ്തമാണോ എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് സെലക്ട് ചെയ്ത് അതിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. കൃത്യമായിട്ടുള്ള ഒരു ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് അതിലേക്ക് ചൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ക്ലിയർ അല്ലേ? വീണ്ടും പെർഫോമൻസ് മാനേജ്മെന്റ്. 10 പോയിന്റ്സ് ഉണ്ട്, 10 പോയിന്റ്സ് ഉണ്ട്. അയച്ചു നോക്കേണ്ടതുണ്ടോ? കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മുന്നോട്ട് വായിക്കാൻ അവസരം തരാം. നമുക്ക് 4th പോയിന്റ് നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് മാനേജ്മെന്റ്. Clearly define the role, allow managers and the staff to develop a shared understanding of performance expectations. Okay, നമുക്കറിയാം കൃത്യമായിട്ട് തന്നെ അല്ലെ അവിടെ വർക്ക് പെർഫോമൻസ് എക്സ്പെക്ടേഷൻ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ വർക്ക് പെർഫോമൻസുകൾ അത് നമുക്കറിയാം ഓരോ സ്റ്റാഫിന്റെ രീതിയിൽ അല്ലെ അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർലി ഡിഫൈൻ റോൾസ് അലൗ മാനേജേഴ്സ് ക്ലിയർലി തന്നെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നു. നിങ്ങളുടെ ഡ്യൂട്ടി ഇതാണ് അല്ലെ, ഇന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ഇതാണ്, നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്തിയാണ് അല്ലെ, അത് കൃത്യമായിട്ട് തന്നെ അവര് എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത്, അവരെന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ചിട്ട് തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നു. പക്ഷെ ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അവർക്ക് നമുക്കറിയാം നല്ലൊരു ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ മാത്രമാണ് വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. കേപ്പബിലിറ്റി ബെഞ്ച്മാർക്ക് ഹെൽപ് ദം ഐഡന്റിഫൈ ആൻഡ് മീറ്റ് their പ്രൊഫഷണൽ ഡെവലപ്മെന്റ് നീഡ്സ്. ഓക്കെ, നമുക്കറിയാം ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ അവർക്ക് ഹെൽപ്പ് ചെയ്യും അല്ലെ. ഓരോന്നും എന്താണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ശേഷി ഉണ്ടായിരുന്നില്ല അല്ലെ. അത് കൃത്യമായിട്ട് തന്നെ ഒരു ഇപ്പൊ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് ഇത്രയും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വർക്കിംഗ് അല്ലെ, നിങ്ങൾ ഇത്രയും പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കണം എന്നുള്ള സ്റ്റാൻഡേർഡ് ആണ് അവർക്ക് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പെട്ടെന്ന് തന്നെ ഗ്രഹിക്കാൻ സാധിക്കും അല്ലെ. ഒരു ദിവസം ഇത്രയും പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കണം, അല്ലെങ്കിൽ ഇത്രയും സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നമുക്കറിയാം ഇത്രയും കുട്ടികളെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഇത്രയും പേഴ്സൺസിനെ പേഷ്യൻസിനെ നമ്മൾ കെയർഫുൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം. അതാണ് അവര് അല്ലെ അവര് വിചാരിച്ചിരിക്കുന്ന ബെഞ്ച് മാർക്ക് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സോ അത് കൃത്യമായിട്ട് തന്നെ വരുന്ന എംപ്ലോയീസ് ലഭ്യമാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് തന്നെ എന്താണ് ഡ്യൂട്ടി എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ മാനേജ്മെന്റിനും അവരെ മനസ്സിലാക്കാൻ സാധിക്കും അവര് ഏബിൾ ആണോ, കൃത്യമായിട്ട് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് തന്നെ അവർക്ക് വർക്ക് പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് മാനേജ്മെന്റിനും സാധിക്കും. സോ പെർഫോമൻസ് മാനേജ്മെന്റ് പെർഫോമൻസിനെ കൈകാര്യം ചെയ്യാനായിട്ടും ഇതുകൊണ്ട് സാധിക്കുന്നു. നല്ല ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് അവർക്ക് ലഭ്യമാക്കി കൊടുക്കുമ്പോഴാണ് ഈ ഒരു കമ്പാരിസൺ നടത്തി അവരെ വിലയിരുത്താനായിട്ട് അവരുടെ പെർഫോമൻസുകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, പെർഫോമൻസ് മാനേജ്മെന്റ് എങ്ങനെയാണ് പെർഫോമൻസ് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഓക്കെ അല്ലേ? യാണോ? യെസ്, ഓക്കെ. നമുക്ക് നോക്കാം. കേപ്പബിലിറ്റി ബെഞ്ച് മാർക്ക് ഹെൽപ്പ് എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് അവരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അല്ലെ അവരെ വിലയിരുത്താനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. നോക്കാം റിവാർഡ് ആൻഡ് റെക്കഗ്നീഷൻ. ഓക്കെ, ഇപ്പൊ ഒരാളെ നമ്മളൊരു ഇപ്പൊ സെലക്ട് ഒക്കെ ചെയ്ത് നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുത്ത് അവർക്ക് ചൂസ് ചെയ്ത് അവരുടെ ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് പ്രവേശിച്ചു, സ്റ്റാൻഡേർഡ് ഒക്കെ ചെയ്ത് കൊടുത്തു. അങ്ങനെ അവർ ഡ്യൂട്ടി ചെയ്ത് തുടങ്ങിയാണ്. ഡ്യൂട്ടി ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം മാനേജ്മെന്റിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് അവരെ ഒന്നും കൂടി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില നടപടികളൊക്കെ സ്വീകരിക്കും അല്ലെ. റിവാർഡ് ആൻഡ് റെക്കഗ്നീഷൻ. വെൽ ഡിഫൈൻഡ് കേപ്പബിലിറ്റി സ്റ്റാൻഡേർഡ്സ് simplify the process of evaluating work performance which is above expectations. Okay, ഇപ്പൊ മാനേജ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ അധികമായിട്ട് ഇവര് അവരുടെ സ്റ്റാൻഡേർഡിനേക്കാൾ അധികമായിട്ട് അവരെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അത് വിലയിരുത്തി അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടായിട്ടുള്ള റിവാർഡ് അല്ലെങ്കിൽ അംഗീകാരങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. ഓക്കെ, ഒരു ജോബ് ഡിസൈൻ ഉള്ളത് കൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഒക്കെ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്.
പിന്നെ ആ സ്റ്റാൻഡേർഡിനേക്കാൾ അധികമായിട്ട് ഓരോ എംപ്ലോയി അവരുടെ ഡ്യൂട്ടികൾ അതിന്റെ ഹാർഡ് വർക്കോട് കൂടിയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള അംഗീകാരങ്ങളും റിവാർഡുകളൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ചെയ്യണോ? 1 by 1 ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുന്നോട്ടോ. ചെയ്യണം. വീണ്ടും നമുക്ക് നോക്കാം വർക്ക് ഫോഴ്സ് പ്ലാനിങ്. എന്താണ് വർക്ക് ഫോഴ്സ് പ്ലാനിങ്ങിൽ പറയുന്നത്? When all individual roles in the organization are considered together should meet the organization's capabilities needs. Okay, നമുക്കറിയാം എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകണം അല്ലെ? ഓർഗനൈസേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അവിടെയുള്ള ഓരോ എംപ്ലോയിയും അവർക്ക് ആവശ്യമാണ്. പക്ഷെ അവരുടെ എല്ലാവരുടെയും റിസൾട്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് അവരുടെ ലക്ഷ്യം നേടിയെടുക്കുന്നത് അല്ലെ? അപ്പൊ വർക്ക് ഫോഴ്സിനെ കുറിച്ചിട്ട് നമുക്കറിയാം അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ? ഇവരെ എല്ലാം ഇങ്ങനെ കൂട്ടിച്ചേർത്ത് നമുക്കറിയാം ആ ഒരു എന്താണോ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഇവരെയൊക്കെ എങ്ങനെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളത് പ്ലാൻ ചെയ്യാനായിട്ട് എന്താണ് ഈ ഒരു ജോബ് ഡിസൈൻ കൊണ്ട് സാധിക്കുന്നത്. നമുക്കറിയാം ഓരോ നമ്മൾ പറഞ്ഞ 1 by 1 അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഡ്യൂട്ടിയോട് ചേർന്നാണ് മറ്റു ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടികൾ കേന്ദ്രീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഗോൾ അച്ചീവ് ചെയ്യാമെങ്കിൽ എവിടെയെങ്കിലും ഒരു ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു അല്ലെ ഒരു കൺട്രോളിങ് കാര്യങ്ങളൊക്കെ നടപ്പാക്കിയിട്ട് അവരെ എല്ലാവരെയും ഒന്നിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോയി ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കേസ് ജോബ് ഡിസൈൻ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ അല്ലെ ഓർഗനൈസേഷൻ ആർ കൺസിഡേർഡ് ടുഗദർ ഷുഡ് മീറ്റ് ദ ഓർഗനൈസേഷൻ കേപ്പബിലിറ്റീസ്. ഓർഗനൈസേഷന്റെ ആ ഒരു ആവശ്യകതകളൊക്കെ നിറവേറ്റാനായിട്ട് ഒന്നിച്ചു ഒറ്റക്കെട്ടായിട്ട് മുന്നേറേണ്ടതുണ്ട്. സോ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നേറുന്നതിന് എവിടെയെങ്കിലും ബ്രേക്കുകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടും ഇതുകൊണ്ട് സാധിക്കും. സോ അതനുസരിച്ചുള്ള വർക്ക് ഫോഴ്സ് പ്ലാനിങ് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. നെക്സ്റ്റ് നോക്കാം വർക്ക് അലോക്കേഷൻ പ്ലാനിങ്. എന്താണ് വർക്ക് അലോക്കേഷൻ പ്ലാനിങ്ങിൽ പറയുന്നത്? മാനേജേഴ്സ് ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് the work relates to the organization's core business and is correctly allocated. നമുക്കറിയാം അവിടെ ഓർഗനൈസേഷനിൽ കൃത്യമായിട്ട് തന്നെ ബിസിനസ്സുകൾ എന്തെന്നാണോ വർക്കുകൾ അത് കൃത്യമായിട്ട് ഓരോ എംപ്ലോയീസിനും അത് അലോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അതായത് നമുക്കറിയാം ഏതൊരു എംപ്ലോയിക്കും അവരവിടെ നമുക്ക് നേരത്തെ പറഞ്ഞിരുന്ന ഒരു ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ എന്താണ് റെസ്പോൺസിബിലിറ്റി, എന്താണ് ടാസ്ക്, അതനുസരിച്ചിട്ട് മുന്നേറാനായിട്ട് ഓരോ എംപ്ലോയിക്ക് തയ്യാറാവാൻ സാധിക്കുന്നു അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒക്കെയാണ് അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നിച്ച് നമ്മള് ഒരു ഗോളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെയെങ്കിലും ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് എവിടെയാണ് പോരായ്മ എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കറിയാം വർക്കുകൾ ഓരോന്നും കൃത്യമായിട്ട് വീണ്ടും വീണ്ടും അവർ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും അല്ലെ? ഓരോ കൂട്ടർക്കും ചെയ്യേണ്ട ഡ്യൂട്ടികളെല്ലാം കൃത്യമായിട്ട് തന്നെ പങ്കുവെച്ച് കൊടുക്കും. സോ അങ്ങനെ വർക്ക് അലോക്കേഷൻ നടത്തണമെങ്കിൽ നമുക്കറിയാം തീർച്ചയായിട്ടും നല്ലൊരു ജോബ് ഡിസൈൻ അവിടെ ആവശ്യമാണ്. Okay, managers can make sure that work relates to organization core business and is correctly allocated. അല്ലെ? അപ്പൊ മാനേജേഴ്സിന് ശരിക്കും ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന അലോക്കേഷൻ ഒക്കെ ഓക്കെയാണ്, അല്ലെങ്കിൽ അലോക്കേഷനിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്കൊരു 3 പോയിന്റ് കൂടി ഉണ്ട്. 7th പോയിന്റ് വരെ ഓക്കെ അല്ലേ? ജസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഡോക്ടറുകളൊന്നുമില്ല. നമുക്ക് നെക്സ്റ്റിലേക്ക് നോക്കാം. ഡിസിഷൻസ് ഓൺ ട്രെയിനിങ് ഇൻവെസ്റ്റ്മെന്റ്സ്.
തീരുമാനമെടുക്കുക അല്ലെ, ട്രെയിനിങ് കാര്യങ്ങളിലേക്കൊക്കെ തീരുമാനം എടുക്കാൻ അതുകൊണ്ട് സാധിക്കുന്നു. ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ ട്രെയിനിങ് ആർ ബെറ്റർ ടാർഗറ്റ്. നമ്മളിപ്പോ ഇൻ കേസ് അലോക്കേറ്റ് ചെയ്തതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഡ്യൂട്ടിയൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ചിലർക്കെങ്കിലും നമുക്കറിയാം സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടാവില്ലായിരിക്കാം. ഒരുപക്ഷെ ചിലപ്പോൾ പുതിയ ടെക്നിക്കൽ ആയിട്ടുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ജോബ് ഡിസൈനിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ട്രെയിനിങ് ഒക്കെ വേണ്ടി വരാം അല്ലെ. പുതിയ അപ്ഡേഷൻ അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ട്രെയിനിങ് ഒക്കെ വേണ്ടി വരാം. സോ അത് മനസ്സിലാക്കിയിട്ട് തന്നെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെ. ഓരോ ഏത് എംപ്ലോയീസിനാണോ ട്രെയിനിങ് ആവശ്യമായിട്ടുള്ളത് അവർക്ക് അതിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള തീരുമാനം എടുക്കാനായി മാനേജേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ജോബ് ഡിസൈനിലാണ്. തീർച്ചയായിട്ടും നമുക്ക് ജോലിയെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായ രൂപരേഖ ഉണ്ടെങ്കിലാണ് ഇതെല്ലാം നമുക്ക് അല്ലെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ഏത് ഒരു വലിയ കമ്പനി ആകുമ്പോൾ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്, എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യം ഉണ്ടാവില്ല അല്ലെ. പുതിയ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന മെഷീൻ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രം പുതിയ ട്രെയിനിങ് കൊടുക്കേണ്ട വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഭേദഗതികൾ വരുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രം ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ കൃത്യമായിട്ട് അങ്ങനെ ഒരു തീരുമാനങ്ങൾ എടുക്കാനായിട്ടും സഹായിക്കുന്നത് ഈ ജോബ് ഡിസൈൻ നടക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോ ആ ഒരു പോയിന്റ് കൂടി ഓർത്ത് വയ്ക്കുക. ഡിസിഷൻ ഓൺ ട്രെയിനിങ് ഇൻവെസ്റ്റ്മെന്റ്സ്. Then ensuring workforce safety. അപ്പോ ഇൻ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു വ്യക്തികൾക്കാണോ കൊടുക്കാത്തത്, ചിലപ്പോ വേണമെങ്കിൽ ഓർഗനൈസേഷണൽ ട്രെയിനിങ്ങും കൊടുക്കേണ്ടി വരും അല്ലെ. ചില വ്യക്തികൾക്ക് ചിലപ്പോ നമുക്കറിയാം ഒരു പ്രത്യേക കമ്പനികളൊക്കെ ആണെങ്കിൽ ചില പൊസിഷനിലൊക്കെ ഒരുപാട് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ചിലയിടത്തൊക്കെ റയറായിട്ട് 1-2 പേഴ്സൺസ് ആയിരിക്കും. അപ്പൊ ആ ഇൻഡിവിജ്വൽസിന് മാത്രം മാറ്റങ്ങൾ വരുത്തിയാൽ മതി അല്ലെ. അവർക്ക് മാത്രം ട്രെയിനിങ് കൊടുത്താൽ മതി. ഈ കേസ് ഗവൺമെന്റ് ചില ഓർഡേഴ്സ് ഒക്കെ പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അവരും കൃത്യമായിട്ട് അതിനനുസരിച്ചിട്ട് പൂജ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരായിരിക്കാം ചിലപ്പോൾ അത്തരത്തിലുള്ള ട്രെയിനിങ്, പ്രത്യേകിച്ച് ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ആ ഒരു ലെവലിലുള്ള വർക്കേഴ്സ് അല്ലെ അക്കൗണ്ട് സെക്ഷനിൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് മാത്രം അതിൻ്റെതായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ പാക്കേജിൽ കൊടുക്കേണ്ടത് വരും. അതല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ അല്ലെ മൊത്തത്തിൽ മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള ഒരു ട്രെയിനിങ് പാക്കേജസ് അവർക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഡിസിഷൻ ഓൺ ട്രെയിനിങ് ഇൻവെസ്റ്റ്മെന്റ്, അത് എവിടെയാണ് നമ്മൾ അതിലെ ഇൻവെസ്റ്റ്മെന്റ് ട്രെയിനിങ് പാക്കേജിലെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാൻ സാധിക്കുന്നു. 9th പോയിന്റ് പറയുകയാണെങ്കിൽ എൻഷുറിംഗ് വർക്ക്ഫോഴ്സ് സേഫ്റ്റി. ഓക്കെ, നോക്കാം എന്താണ്. ദ ഇൻഫർമേഷൻ മേ ഹെൽപ്പ് identify threatening conditions, unhealthy environments or unsafe work practices or a process which need to be addressed. Okay, നമുക്ക് നല്ല രീതിയിലുള്ള ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം ചില ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ നല്ല പ്രിക്കോഷൻസ് ഒക്കെ എടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും അല്ലെ. ചില ഭീഷണി കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ മുൻകരുതലുകളൊക്കെ എടുക്കേണ്ടത് വരും. ചിലപ്പോൾ എംപ്ലോയീസ് ആണെങ്കിലും അല്ലെ, ചിലപ്പോൾ ചില മെഷീൻ ഓപ്പറേഷനും ആയി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ അതിന്റെ പ്രിക്വയർമെന്റ്സ് ഒക്കെ എടുത്തതിനു ശേഷം മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. സോ അൺഹെൽത്തി ഇവന്റ്സിലാണെങ്കിലും അല്ലെങ്കിൽ ത്രെറ്റനിങ് കണ്ടീഷനിലൊക്കെ ആണെങ്കിലും അത് കൃത്യമായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ സാധിക്കുന്നു. or unsafe workplace macro practices or a process which needed to be addressed. Like അവിടെ തീർച്ചയായിട്ടും എന്താണ് ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ കുറച്ചും കൂടി പ്രാക്ടീസ് വേണ്ടി വരികയാണെങ്കിൽ അതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ അല്ലെങ്കിൽ കമ്പനി ആണെങ്കിലും ചില കാര്യങ്ങളെല്ലാം പ്രശ്നമൊന്നും ഇല്ലാതെ പോകുന്ന മേഖലകളുണ്ടാവും. ചിലർക്കൊക്കെ ചില പ്രിക്കോഷൻസ് ഒക്കെ എടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. It may also be used to identify return to work solutions as part of a recovery plan. Okay, നമുക്കറിയാം എന്തെങ്കിലും അല്ലെ ജോലിയില് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടത് ചിലപ്പോൾ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടല്ലേ ഇപ്പൊ പുതിയ വർഷം ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഇൻ കേസ് നമ്മൾക്കറിയാം കുറച്ച് ഇതുകളൊക്കെ അല്ലെ ഗവൺമെന്റിന്റെ തന്നെ ചിലപ്പോ അമെന്റ്മെന്റ്സുകളോ അല്ലെങ്കിൽ ബഡ്ജറ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ബിസിനസിനൊക്കെ ചിലപ്പോൾ ബാധിക്കും. അപ്പൊ ആ ബിസിനസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ അതിന് എന്താണ് സൊല്യൂഷൻസ്, അത് റിക്കവറി ചെയ്തെടുക്കാൻ അല്ലെ, അത് നിന്ന് വിമോചനം നേടിയെടുക്കാനായിട്ട് എന്തൊക്കെ സൊല്യൂഷൻസ് നടപടിക്രമങ്ങളൊക്കെ സാധ്യമാക്കേണ്ടതായിട്ട് വരും
അതും മുൻകൂട്ടി കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ. നമ്മളിപ്പോ നമ്മളുടെ ഒരു ജോലി അതിന്റെ സ്ട്രക്ചർ അതിന്റെ ഒരു ഡിസൈൻ ഈ രീതിയിലാണ്. അപ്പൊ വരുന്ന ബഡ്ജറ്റ് അല്ലെങ്കിൽ വരുന്ന എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നടപടികൾ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ബിസിനസിനെ അഫക്ട് ചെയ്യുമോ, അങ്ങനെ അഫക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അത് റിക്കവർ ചെയ്തെടുക്കാനായിട്ടുള്ള സൊല്യൂഷൻ, അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻ കേസ് നമുക്കൊരു ഡിസൈൻ ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ അപ്ഡേഷൻ അനുസരിച്ചിട്ട് നമുക്ക് വേരിയേഷൻസ് ഒന്നും വരുത്താനായിട്ട് സാധിക്കാതെ വരും. സോ എൻഷുറിംഗ് വർക്ക് ഫോഴ്സ് സേഫ്റ്റി നമുക്കറിയാം. ഇൻ കേസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുണ്ടാവുന്ന മുൻകരുതലുകൾ അല്ലെ, ഹസാർഡ്സ് കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള രൂപരേഖ ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഇൻ കേസ് എന്തെങ്കിലും അല്ലെ പ്രത്യേക സൊല്യൂഷൻ എന്താണ് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടതുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാനായിട്ടുള്ള സൊല്യൂഷൻസ് എന്താണെന്ന് കണ്ടെത്താനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു. Then workforce equity and diversity. അതായത് നമുക്കറിയാം വ്യത്യസ്ത ജോലികൾ ആണ് അല്ലെ, അപ്പൊ അത് വ്യത്യസ്ത വൈവിധ്യമായിരുന്നു. അത് എല്ലാം തന്നെ ഏകോപിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് ഓർഗനൈസേഷന്റെ ആ മെയിൻ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. The process may also identify ways of improving workforce equity അല്ലെ. എല്ലാ ജോലികളുടെയും ഒന്നിച്ച് അല്ലെ ഒറ്റക്കെട്ടായിട്ട് മുന്നേറി അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അത് എവിടെയൊക്കെയാണ് നമുക്ക് ഏകോപിപ്പിക്കാൻ പറ്റാത്തതുണ്ട് അതൊക്കെ ഏകോപിപ്പിച്ച് അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി അതൊക്കെ എന്താണ് ഏകോപനങ്ങളൊക്കെ നടത്തി അത് ആ ഒരു ശേഷിയെ വർക്ക്ഫോഴ്സ് ഒന്നിച്ചു നിന്ന് മുന്നേറാനായിട്ടുള്ള ശേഷിയെ ഇംപ്രൂവ് ചെയ്തെടുക്കാനായിട്ടും ഈ ഒരു ജോബ് ഡിസൈൻ കൊണ്ട് സാധിക്കുന്നുണ്ടാവും. എവിടെയെങ്കിലും നമുക്കറിയാം ശേഷിയല്ലേ എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനും അല്ലെ അതിനനുസരിച്ചിട്ട് തന്നെ ഓർഗനൈസേഷൻ ആ ഗോൾ അച്ചീവ് ചെയ്ത് ഒറ്റക്കെട്ടായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ട് പറ്റുന്നതും ഈ ഒരു ജോബ് ഡിസൈൻ ഉള്ളതുകൊണ്ടാണ് സാധ്യമാകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 10 പോയിന്റ്സ് കൈകാര്യം ചെയ്തു. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ്സുകൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും പോയിന്റുകൾ ഡൗട്ട്? 10 പോയിന്റ്സുകൾ ഹെഡിങ് മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കണം. സിഗ്നിഫിക്കൻസ് ഓഫ് ജോബ് ഡിസൈൻ. അതിന്റെ ഫസ്റ്റ് പോയിന്റ് ജോബ് ഇവാലുവേഷൻ, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. Then തേർഡ് എന്ന് പറയുന്നത് കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ജോബ് ഡിസൈനിന്റെ ആണോ ഓർത്തിരിക്കുക അതിന്റെ പ്രാധാന്യം. നമുക്ക് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പെർഫോമൻസുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. അതേമാതിരി തന്നെ റിവാർഡ് ആൻഡ് റെക്കഗ്നിഷൻ അവർക്ക് അതും വിലയിരുത്താനായിട്ട് സാധിക്കുന്നു. പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് വർക്ക്ഫോഴ്സ് പ്ലാനിങ് ഒന്നിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നു. എന്താണ് വർക്ക് അലോക്കേഷൻ പ്ലാനിങ്. വർക്ക്ഫോഴ്സ് പ്ലാനിങ്ങിലും അത് തന്നെ, അതായത് ഇൻഡിവിജ്വലി റോളുകൾ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ മൊത്തത്തില് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതൊക്കെ ചെയ്യുവാനായിട്ട് എവിടെയെങ്കിലും ചിലപ്പോ ചില കാര്യങ്ങളുടെ നമുക്കറിയാം ചില വ്യക്തികളുടെ തന്നെ ചെയ്യാല്ലേ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്മൂത്ത് ആയിട്ട് പോകും അല്ലെ. സ്പീഡിന് എന്തെങ്കിലും ഒരു ഓർഗനൈസേഷന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്പീഡ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ബ്ലോക്ക് എന്താണെന്ന് മനസ്സിലാക്കി അത് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അത് സ്മൂത്ത് ആയിട്ട് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അത്തരത്തിലുള്ള പ്ലാനുകൾ കൈകാര്യം ചെയ്യുന്നു. വർക്ക് അലോക്കേഷൻ പ്ലാനിങ്, ഡിസിഷൻ ഓൺ ട്രെയിനിങ് ഇൻവെസ്റ്റ്മെന്റ്, ensuring workforce safety and workforce equity and diversity. വൈവിധ്യമാർന്ന ഏത് വർക്കുകളുടെ വർക്ക് ശക്തികളെ അല്ലെ അതെല്ലാം തന്നെ യൂട്ടിലൈസ് ചെയ്ത് ഓർഗനൈസേഷനിൽ അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും അല്ലെ.
അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു ഹെഡിങ്സ് വെച്ച് തന്നെ നിങ്ങൾ മനസ്സിലാക്കി പോവുക. അപ്പൊ തന്നെ എനിക്ക് തോന്നുന്ന ഓപ്ഷൻസ് കണ്ടെത്തുകയും നിങ്ങൾക്ക് അല്ലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ചില പോയിന്റ്സുകളൊക്കെ പെർഫോമൻസ് മാനേജ്മെന്റിലൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്താ പറയാ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേര്. ചിലപ്പോഴൊക്കെ കാണാറുണ്ട് അല്ലെ, അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ക്ലിയർലി ഡിഫൈൻഡ് റോൾസ് അലോ മാനേജേഴ്സ് ആൻഡ് സ്റ്റാഫ് ടു ഡെവലപ്പ് എ ഷെയർഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് വർക്ക് പെർഫോമൻസ് എക്സ്പെക്ടേഷൻസ് അല്ലെ. അത് നമുക്ക് കൃത്യമായിട്ടല്ലേ എന്തുള്ളത് കൊണ്ടാണ് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മാനേജേഴ്സിലേക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കൃത്യമായിട്ടുള്ള ജോബ് ഡിസൈൻ ഉള്ളത് അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം. പോയിന്റിന്റെ ഹെഡിങ്സ് ഒക്കെ മസ്റ്റ് ആയിട്ട് നോക്കാം. സിഗ്നിഫിക്കൻസിൽ പെടുന്നവ അല്ലെങ്കിൽ വിചാരിച്ച പോയിന്റ് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ച് ഹെഡിങ്സ് ഒക്കെ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടുകളോ ഒന്നും പറഞ്ഞതല്ല, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒന്ന് മനസ്സിലേക്ക് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഹെഡിങ്സ് പറഞ്ഞു പോയതാണ്. ഓക്കെ, എന്തായാലും ഇന്ന് തന്നെ നിങ്ങൾ വായിച്ച് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. പുതിയ തുടക്കമാണ് അല്ലെ, പുതിയ ഇയർ ആണ്. സോ എന്തായാലും നല്ല ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട്. പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും ഇല്ല അല്ലെ. ഓക്കെ, എന്നാൽ നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ, ബൈ.